ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്കറിയാം 4 PSU ബാങ്കുകൾ, പബ്ലിക് സർവീസ് ബാങ്കുകൾ ഇപ്പോൾ മിനിമം ബാലൻസ് പറഞ്ഞ പരിപാടി ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ജൂലൈ 7-ാം തീയതി ഈ ജൂലൈ മാസത്തിലാണ് ഇത് ആക്ച്വലി നിലവിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെ ബാങ്കാണ് ഇതിപ്പോൾ ഈ പരിപാടി എടുത്ത് കളഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കാണ്. ഇന്ത്യൻ ബാങ്ക് നമ്മുടെ ജൂലൈ 7-ാം തീയതി തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ അവരുടെ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട്സിലൊന്നും ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ, അതായത് ഒരു ടൈപ്പ് ഓഫ് സേവിങ്സ് അക്കൗണ്ടിൽ മാത്രമല്ല മൾട്ടിപ്പിൾ സേവിങ്സ് അക്കൗണ്ടിലൊന്നും ഇനി മിനിമം ബാലൻസ് പറഞ്ഞ പരിപാടി ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾ ഇപ്പോൾ 1000 രൂപയുടെ താഴെ പോയി കഴിഞ്ഞാലോ 2000 രൂപയുടെ താഴെ പോയി കഴിഞ്ഞാലോ ഇനിയൊന്നും മിനിമം ബാലൻസ് പിടിക്കില്ല കേട്ടോ. അതായത് നോർമലി ഇങ്ങനെ മിനിമം ബാലൻസ് പിടിച്ചിട്ട് തന്നെ ബാങ്കുകൾക്ക് പണ്ടാര ലാഭമാണ്. എത്ര കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ ഒരു ഇയറിൽ അവർക്ക് ലാഭമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല മൂവാണ്. എന്താ വെച്ചാൽ ഈ ഒരു മിനിമം ബാലൻസ് പറഞ്ഞ പരിപാടി പക്ഷേ മെയിൻലി ഇഷ്യൂസ് നമ്മുടെ പ്രൈവറ്റ് ബാങ്കിലാണ്. എന്താ വെച്ചാൽ ഭയങ്കര മിനിമം ബാലൻസ് ആയിരിക്കും. 25,000 രൂപ 10,000 രൂപയൊക്കെ നമ്മൾ അതിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ ആ കാശ് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നല്ല ഇൻട്രസ്റ്റ് കിട്ടും. ഈ സാധനത്തിന് 3% വേണ്ടിയിട്ടാണ് നമ്മൾ IDFC ബാങ്കിന്റെ ഒക്കെ അക്കൗണ്ട് ഉണ്ട്. ഒരു 25,000 രൂപയ്ക്കാണ് മിനിമം ബാലൻസ്. അതും നോർമൽ പിൻകോഡിൽ കിട്ടുക. സബർബൻ പിൻകോഡിൽ. അർബൻ പിൻകോഡിലാണെങ്കിൽ പിന്നെയും പോട്ടെ. ഇത് സബർബൻ പിൻകോഡിലൊക്കെ 25,000 രൂപയ്ക്കാണ് അവരുടെ മിനിമം ബാലൻസ് അക്കൗണ്ട്. ഞാൻ എടുത്തിട്ടുണ്ടാവുന്ന സാധനം ക്ലോസ് ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ വൃത്തിയായിട്ട് സാധനമാണ് IDFCയുടെ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ. അപ്പോൾ ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ ഇങ്ങോട്ട് നമുക്ക് മിനിമം ബാലൻസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ജൂലൈ 7-ാം തീയതി തൊട്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ SBI ആണ്. SBI ശരിക്കും 2020 തൊട്ട് തന്നെ അവരുടെ മിനിമം മിക്ക എല്ലാ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ടൈപ്പുകളിലും അവർ മിനിമം ബാലൻസ് ഞാൻ പരിപാടി എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മൂന്നാമത്തെ വരുന്നത് കാനറ ബാങ്ക് ആണ്. കാനറ ബാങ്കും അവരുടെ മൾട്ടിപ്പിൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇൻക്ലൂഡിങ് റെഗുലർ സേവിങ്സ് അക്കൗണ്ടും സാലറി അക്കൗണ്ടും NRI സേവിങ്സ് അക്കൗണ്ടും എല്ലാത്തിലും ഇപ്പോൾ മിനിമം ബാലൻസ് പറഞ്ഞ പരിപാടി എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കാര്യമാണ് അത്. അടുത്തത് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണലും ഇനിയോട്ട് നമ്മുടെ മിനിമം ആവറേജ് ബാലൻസ് നോക്കില്ല. ഇനിയിപ്പോൾ അവരുടെ എല്ലാ അക്കൗണ്ടും 0 ബാലൻസ് ആയിട്ട് തന്നെ കണക്കാക്കൂട്ടാം. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 3 ബാങ്കുകളാണ് ഇനി നമുക്കിപ്പോൾ മിനിമം ബാലൻസ് പറഞ്ഞ പരിപാടി എടുത്ത് കളഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും നോർമലി നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ 0 ബാലൻസ് അക്കൗണ്ട് അവൈലബിൾ ആണ്. ഞാൻ നോർമലി എൻ്റെ മെയിൻ 2 അക്കൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലാം എൻ്റെ 0 ബാലൻസ് അക്കൗണ്ടുകളാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് വെറുതെ ചുമ്മാ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലോ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇവർക്ക് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കത് വേറെ എല്ലാ സ്ഥലത്തിലിട്ടാൽ നമുക്ക് ഇതിനായിട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. ബാങ്കിന് കാശിനൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നോർമലി ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മെയിൻ അക്കൗണ്ടുകൾ ഒഴിച്ച് സാലറി അക്കൗണ്ട് ഒഴിച്ച് ഞാൻ യൂസ് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ യൂട്യൂബിൻ്റെ എൻ്റെ ക്യാഷ് വരുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള എൻ്റെ ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ആയിക്കോട്ടെ, ബാക്കിയുള്ള നമ്മൾ സൈഡ് ഇൻകത്തിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളൊക്കെ എൻ്റെ 0 ബാലൻസ് അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 0 ബാലൻസ് അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോട്ടക്കിൻ്റെ 0 ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി സ്ലൈസ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ 0 ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. AU ബാങ്കിൻ്റെ 0 ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ഡിലൈറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എയർടെലും അതുപോലെ തന്നെ AU ബാങ്കും ഞാൻ മെയിൻലി നമ്മുടെ പുറത്തൊക്കെ അൺനോൺ നമ്പേഴ്സുകൾക്കൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യില്ല, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നമ്മൾ UPI പേയ്മെന്റ് ഒക്കെ ചെയ്യില്ല, അങ്ങനത്തേനും മാത്രം ഉപയോഗിക്കുന്നതാണ്. ബാക്കി അക്കൗണ്ടുകളൊന്നും ഞാൻ നോർമലി അൺനോൺ പേഴ്സൺസ് ആയിട്ടൊന്നും അല്ലെങ്കിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. കമ്പനി ത്രൂ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ആമസോൺ ത്രൂ അല്ലെങ്കിൽ ഇപ്പോൾ സ്വിഗ്ഗി അങ്ങനത്തെ പർച്ചേസുകളൊക്കെ ചെയ്യും. പക്ഷേ അൺനോൺ പേഴ്സൺ ആയിട്ടുള്ള UPI ട്രാൻസാക്ഷനും QR കോഡ് ട്രാൻസാക്ഷനും ഞാൻ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യാറില്ല കേട്ടോ. നിങ്ങൾക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിങ് ഇഷ്യൂസ് കുറേ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇന്നലെ ഒരു ലൈവ് അതിൻ്റെ ഫുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ചാനലിലെ ഗുഡ് ആപ്പൻസ് എന്ന ചാനലിൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അപ്പോൾ കുറേ പേർക്ക് FIR സംഭവമൊക്കെ വരുന്നുണ്ട്. അത് ഫുൾ ഡീറ്റെയിൽഡ് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് കാരണം ഞാൻ പ്രൈമറി അക്കൗണ്ട് വേറെ, സെക്കൻഡറി അക്കൗണ്ട് വേറെ, സെക്കൻഡറി അത് കഴിഞ്ഞിട്ട് തേർഡ് അക്കൗണ്ടും 4th അക്കൗണ്ടൊക്കെ എടുക്കും. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ശരിക്കും ഇന്ത്യയിൽ അങ്ങനെ റൂളൊന്നും ഇല്ല. നമുക്ക് ഇത്ര അക്കൗണ്ടുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ട് ആണെങ്കിൽ ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് അതിന് എക്സ്ട്രാ കാശുകളൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ അക്കൗണ്ടുകൾക്ക് നമുക്ക് ഡെബിറ്റ് കാർഡിന് ചാർജ് വരും. പക്ഷേ നമുക്ക് ഡെബിറ്റ് കാർഡ് മാത്രമേ എടുക്കാവുന്ന കുറച്ച് അക്കൗണ്ടുകളുണ്ട്. അത് വേറെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ മാനുവൽ ചാർജ് പോകില്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്ന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കണ്ടു പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പോലെ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത കാണാം. ബൈ.